ശ്രീകുമാർ 2013 നേരത്തെ സുകുമാരൻ നായരും വി ഡി സതീശനും നടന്ന വാക്യുദ്ധത്തിൽ സതീശൻ പറഞ്ഞ ഒരു കാര്യം, അവർ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നാൽ മതി, കിടക്കണ്ട എന്നുള്ളതാണ്. ആ പ്രതികരണമാണ് തന്നെ ഏറ്റവും വേദനിപ്പിച്ചത് എന്ന് സുകുമാരൻ നായർ പിന്നീട് പറഞ്ഞിട്ട് അതൊരു അശ്ലീല പ്രയോഗമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നും അദ്ദേഹം പറയുന്നത്, അതിനുശേഷം പറയുന്നത് സമുദായ നേതാക്കൾ നല്ല മനുഷ്യരാണ്, അവരെ സ്വാധീനിച്ച് വഷളാക്കരുത് എന്നാണ് അന്നും പറഞ്ഞത്. അതായത് അവരെ സ്വാധീനിക്കാൻ അങ്ങോട്ട് രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് പോയി ഇരിക്കാനും പറയുമ്പോൾ കിടക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു മറുപടി ഇന്ന് കൊടുത്തിട്ടുണ്ട്. സ്മൃതി, അത് നമ്മൾ ഒരഭിപ്രായം പറയുമ്പോൾ അതിന് മുൻകാലത്തൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണേൽ വ്യാഖ്യാനിക്കാം. സതീശൻ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ഒന്നുകൂടെ വിവരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ സമുദായ നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ട് അവരെ ഞങ്ങളുടെ ആളാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയം കൊണ്ട് നടക്കരുത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഈ സതീശൻ്റെ ഇന്നത്തെ പക്വതയോടെയുള്ള സമീപനത്തെ ശ്ലാഘിക്കുന്നുണ്ട്. പക്ഷെ അവരപ്പോഴും പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ ആരാണ് മുന്നിൽ എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നയിക്കുന്ന മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നതൊരു തർക്കം വരും. ആ തർക്കത്തിൽ 2-3 നേതാക്കളുണ്ടാകും. അതിലൊന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ എന്താ NSSൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തത്? കോൺഗ്രസ് രാഷ്ട്രീയമല്ല ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്, NSSൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. ശ്രീ ജയേന്ദ്രൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, NSSൻ്റെ പരമ്പരാഗതമായ ഒരു സമീപനം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ അവർ പറയുന്ന ഒരു സമദൂര സിദ്ധാന്തമുണ്ട്. പക്ഷേ അതിനുപരിയായിട്ട് NSS എപ്പോഴും കാക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ദേശീയ തലത്തിൽ ഇന്ന് കാണുന്ന ചില പ്രശ്നങ്ങളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അടുത്ത കാലത്തെടുക്കുന്ന ചില സമീപനങ്ങളുമാണ് NSSനെ കൊണ്ട് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കാനുള്ള ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, അവർ തമ്മിലുള്ള പിണക്കം തീർന്നതാണ്. എന്താണ് ആ ഘടകം എന്ന് വെച്ചാൽ, ജീർണിച്ച രാഷ്ട്രീയത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ നവോത്ഥാനം NSS കേരളത്തിൽ ആഗ്രഹിക്കുന്നു. 8 വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. നേതാക്കൾ AK ബാലൻ പറയും സുകുമാരൻ നായരുടെ കീശയിലല്ല NSS വോട്ടുകളെന്ന്. തൊട്ടപ്പുറത്ത് ജെയ്ക്ക് തോമസ് പറയും NSSനെ വർഗീയത പഠിക്ക് പുറത്താക്കിയ ആളാണ് സുകുമാരൻ നായരെന്ന്. ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായമല്ല. യഥാർത്ഥമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം എന്താണെന്ന് 8 വർഷത്തെ പിണറായി ഭരണത്തിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ അടുത്ത തവണ UDF അധികാരത്തിൽ വരും എന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ട് ആ അധികാരത്തിലേക്കുള്ള വഴി സുഗമമാക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ അവർ മന്നം ജയന്തി ആഘോഷമാണ് സാധാരണ NSSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുമ്പോൾ സതീശനെ മാറ്റി രമേശിനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചർച്ചയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് ഒരു സതീശൻ വിരുദ്ധ നീക്കമായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് NSS ഉദ്ദേശിക്കുന്ന നല്ല രാഷ്ട്രീയ സമീപനത്തെ ഇല്ലാതാക്കാൻ VD സതീശൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് അതിലത്തെ ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് CPMൻ്റെ നേതാക്കൾ നടത്തുന്ന പ്രസംഗങ്ങൾ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാണക്കാട് തങ്ങൾക്കെതിരെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി നടത്തിയ ഒരു നീക്കം, പാണക്കാട് തങ്ങൾക്കെതിരായ രാഷ്ട്രീയ നീക്കം. അതുപോലെ ഇന്ന് ശ്രീ വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ, ഇന്ത്യ മുന്നണിയുടെ നേതാവായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിച്ചതിനെക്കുറിച്ച് നടത്തിയ രാഷ്ട്രീയ പരാമർശം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ പോരാടുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി, അവിടെ CPMൻ്റെ നേതാക്കളും മറ്റ് ഇടതുപക്ഷ നേതാക്കളും ഒപ്പം നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവരുടെ ഒപ്പം നിന്ന വർഗീയ കക്ഷികൾ ആരാണെന്നറിയാമോ എന്നൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ചോദിക്കുമ്പോൾ ആ രാഷ്ട്രീയമായ പക്വതയില്ലായ്മയും ജീർണതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് NSSന് കുറേ കാലമായിട്ടുണ്ട്. അതായത് തരം പോലെ വർഗീയതയെ താലോലിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സമീപനം, വിശ്വാസത്തെയും ആചാരത്തെയും ലംഘിച്ചാൽ അവിടെ അവരുടെ
അവരുടേതായ രാഷ്ട്രീയ വിശദീകരണം തന്ത്രപൂർവ്വം ഒരുക്കുന്ന രാഷ്ട്രീയ സമീപനം അതില്ലാതാക്കാൻ NSS എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആചാരത്തിൽ അധിഷ്ഠിതമായ സമുദായ അംഗങ്ങളുടെ ക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനം ആലോചിക്കും. അപ്പോൾ അത് ഞങ്ങളിതാ കോൺഗ്രസുമായിട്ട് യോജിക്കുന്നു എന്നുള്ളതല്ല പറയുക. കോൺഗ്രസിലെ ഒരു സമന്വിതനായ നേതാവിനെ ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. നിങ്ങളെന്ത് വ്യാഖ്യാനം വേണം നൽകിക്കോ. രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു, സതീശനെ ഒതുക്കി, പറഞ്ഞോളൂ, കുഴപ്പമില്ല. തൊട്ടപ്പുറത്ത് മരാമൺ കൺവെൻഷനിലെ BJP നേതാവിനെ അല്ല ക്രൈസ്തവ സഭ ക്ഷണിച്ചത്, VD സതീശനെയാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കേരള രാഷ്ട്രീയത്തിൽ NSS എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇവിടെ പ്രധാനപ്പെട്ടതാണ്. അത്തരമൊരു രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയെ അതുമായി ചിത്രീകരിക്കുന്നതിലും അതുമായി സന്നിവേശിപ്പിക്കുന്നതിലും ചാരിതാർത്ഥ്യം കാണുന്നവർ കാണട്ടെ, കുഴപ്പമില്ല. പക്ഷേ UDFിൻ്റെ രാഷ്ട്രീയ തീരുമാനം അനുസരിച്ചിട്ട് UDFിനൊരു നയമേ ഉള്ളൂ, കോൺഗ്രസിനൊരു നയമേ ഉള്ളൂ. എന്തിനെ സംബന്ധിച്ച്? സമുദായ സംഘടനകളോടെ. പക്ഷേ നേതാക്കൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. അത് 1970കളുടെ അവസാനം AK ആന്റണി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോൾ ബിഷപ്പിനെ സന്ദർശിച്ചപ്പോൾ KPCC പ്രസിഡൻ്റായിരുന്ന ആന്റണി അറിയാതെ ഇന്ദിരാഗാന്ധി പോയപ്പോൾ ആന്റണി അവിടെ പോയില്ല. അതിനുശേഷം ആന്റണിയും കരുണാകരനും തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധത്തിൽ NSSും SNDPയും കൂടുതൽ അടുത്തത് കരുണാകരനുമായിട്ടാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ KK വിശ്വനാഥനും MK രാഘവൻ വക്കീലും ഉണ്ടായിരുന്ന സമയത്ത് അവർ കൂടുതൽ അടുപ്പം കാണിച്ചത് ആന്റണിയോടെയാണ്. അതിനുശേഷം രമേശ് ചെന്നിത്തല വന്നപ്പോൾ രമേശ് ചെന്നിത്തലയോട് കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുണ്ട്, ശരിയാണ്. കാരണം കരുണാകരനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ആ രമേശ് ചെന്നിത്തലയെ ഹിന്ദുവായും നായരായും RSS ആയും ചിത്രീകരിക്കുന്ന പ്രവണത പോലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കക്ഷികളും ചില രമേശ് വിരുദ്ധരും നടത്തി. അതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒരു സമുദായത്തിൻ്റെ പ്രമുഖൻ, ജനറൽ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി അംഗമായ, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം മനസ്സിലാക്കിയ ഒരു സമുദായത്തിൻ്റെ നേതാവ് മന്നം ജയന്തിക്കാണ് ക്ഷണിച്ചത്. മന്നത്ത് പത്മനാഭനെ പഠിക്കുമ്പോൾ ഇതൊരു വിഷയമായിട്ട് വരില്ല.